ഹലോ ഫ്രണ്ട്സ്, സീമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കണവ നിറച്ചതാണ്. അപ്പം നമ്മൾ കണവ നിറച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പല സ്ഥലത്ത് പല പേരുകളിലാണല്ലോ അറിയപ്പെടുന്നത്, കൂന്തൽ എന്നും പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 സവാള, ഒരു തക്കാളി, വലിയൊരു പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും സാധനം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ്, തേങ്ങ, ഒരല്പം കുരുമുളകും മഞ്ഞളും പെരിഞ്ജീരകവും ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കണവയുടെ വാലും തലയൊക്കെ കുറച്ച് ഭാഗങ്ങൾ അരിഞ്ഞും വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ തലയും വാലും ഒക്കെ. അതിങ്ങനെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. കുറച്ചെടുത്ത് ഞാൻ ചെറിയ പീസൊക്കെ ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്കൊരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്കൊരല്പം കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു വലിയ പച്ചമുളക് ചേർത്തു. പിന്നെ 2 സവാള അരിഞ്ഞതാണിത്. അപ്പോൾ സവാളയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റണം. സവാള ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് തരും. 3-4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതാണ് ഇതിലേക്ക് ചേർത്തത്. അപ്പോൾ അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ചെറിയ തക്കാളി അതും കൂടെ ചേർക്കാം ഇതിലേക്ക്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അപ്പോൾ ഒരുവിധം വാടി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വാടി വരട്ടെ. അപ്പോൾ അതെല്ലാം ഒരുവിധം ശരിയായി കഴിയുമ്പോൾ നമ്മൾ ചെറിയ പീസാക്കി വെച്ചിരിക്കുന്ന കണവയുടെ വാലും തലയും ഒക്കെ കൂടെ അരിഞ്ഞതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഈ കണവയിലുള്ള കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അതും കൂടി ഇതിൻ്റെ കൂടെ ചേർന്ന് കണവ ഒന്ന് വെന്ത് നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി നല്ല ഡ്രൈ ആയി വരണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർക്കാം. അരപ്പിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി, പെരിഞ്ജീരകം, ഇത്രയും സാധനങ്ങളെ അരച്ചിട്ടുള്ളൂ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം അരപ്പും കണവയും സവാളയും എല്ലാം കൂടെ വാടിയതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കണം. യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവട്ടെ. ഇനി നമുക്ക് തുറന്നതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണവയുടെ വെള്ളമൊക്കെ പറ്റി ഒരുവിധം ഡ്രൈ ആയി വരുന്നുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് ഇളക്കി ചിക്കി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. നമ്മുടെ ഈ കൂട്ടിന് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ അല്പം ഉപ്പും കൂടെ ചേർക്കണം. എരിവൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. കൂടുതൽ എരിവ് വേണ്ടവർക്ക് എരിവ് ചേർക്കാം. നമ്മളൊരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഒരു പച്ചമുളക്. ഇനി തോനെ എരിവ് വേണ്ടവർക്ക് കുരുമുളക് പൊടി കുറച്ച് കൂട്ടി ചേർക്കാം. അപ്പം നമ്മുടെ കൂട്ടൊക്കെ നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഫ്രിക്കൻ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വീട്ടിൽ പിടിച്ച ആഫ്രിക്കൻ മല്ലിയില കുറച്ച് അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കുകയാണ്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്നും വാങ്ങി വയ്ക്കാം. ഉപ്പ് നോക്കിയപ്പോൾ ഒരു ലേശം കുറവായിരുന്നു, അതുകൊണ്ട് ഞാനൊരല്പം ഉപ്പ് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവയ്ക്കകത്തേക്ക് ഈ കൂട്ട് നിറയ്ക്കാം. അപ്പോൾ കണവ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കണം. ഇതിനകത്തെ സാധനങ്ങളെല്ലാം എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഈ കൂട്ട്, നമ്മുടെ ഈ സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതെല്ലാം കൂടെ ഉള്ള ആ കൂട്ട് ഇതിലേക്ക് നിറയ്ക്കുകയാണ്. ഒരു 1/4 ഭാഗമൊക്കെ നന്നായിട്ട് നിറച്ചതിന് ശേഷം നമ്മൾ ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ അകത്തേക്കൊന്ന് തള്ളി അകത്തോട്ടാക്കിയതിന് ശേഷം നമുക്കൊരു ഈർക്കിളി ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുക. ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അതായാലും മതി. ഞാനിപ്പോൾ ഈർക്കിളി വെച്ചാണ് കുത്തി അത് അടച്ച് വെച്ചത്. അങ്ങനെ ബാക്കിയെല്ലാം നമുക്ക് ഇതേപോലെ നിറയ്ക്കാം. ഇനി നമ്മൾ ഈ നിറച്ച് വെച്ച കണവ എല്ലാം കൂടെ ഒരു അപ്പച്ചെമ്പിനകത്ത് വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കണം. ഒരു 10 മിനിറ്റ്. കണവയ്ക്ക് നല്ല വേവുള്ളതാണല്ലോ, അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ആവി കയറ്റിയെടുത്തതിന് ശേഷമേ നമുക്കിത് ഫ്രൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് അല്ലെങ്കിൽ നല്ല റബ്ബർ പോലെ ഇരിക്കും ഈ കണവ, അല്ലാതെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ. അതുകൊണ്ട് നമ്മൾ ഒന്ന് ആവി കയറ്റിയെടുത്തൊരു 10 മിനിറ്റ്.
ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാല, ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ഉപ്പും, ഒരല്പം ഗരം മസാലയും, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഈ പുരട്ടി ഈ കണവയിലൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. മസാലയെല്ലാം നന്നായിട്ട് കണവയിലെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരല്പം നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് പെറുക്കിയിട്ട് ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഇതങ്ങ് അടച്ചു വെക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിച്ച് മുഖത്തെല്ലാം വീഴും. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഇത് അടച്ചു വെച്ചു. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി. ഒരു തീ കൂട്ടിയിട്ട് മൂപ്പിക്കേണ്ട, ചെറിയ തീയിൽ നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാനത് തിരിച്ചിടുകയാണ്. തീ കുറച്ച് വെച്ച് തിരിച്ചിടുകയാണ്, അല്ലെങ്കിൽ ഇത് തെറിച്ച് മുഖത്തും കണ്ണിലും എല്ലാം വീഴും. തിരിച്ചിട്ടതിന് ശേഷം ഞാൻ വീണ്ടും പെട്ടെന്ന് തന്നെ അങ്ങ് അടച്ചു വയ്ക്കും. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം അപ്പുറത്തെ സൈഡ് നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് ഇത് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ കണവയൊക്കെ റെഡി ആയിട്ടുണ്ട്, ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കണവ നിറച്ചത് ഇവിടെ റെഡി ആയിരിക്കുന്നു. ചില സ്ഥലത്ത് ഇതിന് കൂന്തലെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.